മറ്റൊരു വാർത്തയിലേക്ക് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കെ സുധാകരൻ പ്രതിനിധീകരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുന്നു. കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുന്നു. 2-3 നേതാക്കളാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും സ്വാമി സച്ചിദാനന്ദ. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു ദേശീയ അധ്യക്ഷൻ, ആ ദേശീയ അധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ഈ ദേശീയ അധ്യക്ഷനെന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കെ സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ മലർക്കെ കാണുകയാണ്. അത് എനിക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. മുജിതബയുടെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുജിതബ, കെ സുധാകരൻ രാഷ്ട്രീയത്തിൽ തഴയപ്പെടുന്നു എന്നാണോ സ്വാമി സച്ചിദാനന്ദ ഉദ്ദേശിച്ചത്? വർഷ സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെടുന്നതും അതോടൊപ്പം തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള ഒരു പൊതുവിഭാഗം, ആ സമുദായം ഉൾപ്പെടെ തഴയപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പരിപാടി നടക്കുന്നത് SNDPയുടെ അല്ലെങ്കിൽ സഹോദര സൗധത്തിലാണ്. അവിടെ സുധാകരന് ഇന്നൊരു ആദരമുണ്ടായിരുന്നു. സുധാകരൻ തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ്. ആശംസാ പ്രസംഗം അല്ലെങ്കിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ശിവഗിരി മഠാധിപതി കൂടിയായിട്ടുള്ള സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശം സുധാകരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം സുധാകരനുണ്ട്. മാത്രമല്ല, സുധാകരൻ നേതൃസ്ഥാനത്ത് നിന്ന് അർഹതപ്പെട്ട സ്ഥാനത്ത് നിന്നും തഴയപ്പെട്ടു. സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ നേരത്തെ ശിവഗിരി മഠത്തിൽ രാഹുൽ സന്ദർശിക്കുന്ന സമയത്ത് 4 വർഷം മുമ്പാണ് അദ്ദേഹം എത്തിയ സമയത്തും ഈ കാര്യം പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞത് കെ ബാബു മാത്രമായിരുന്നു സമുദായത്തിൽ നിന്ന് MLA ആയി ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോയാൽ എല്ലായിടത്തും തഴയപ്പെടുന്ന, പിന്നോട്ട് പോകുന്ന ഈ വിഭാഗം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയോട് ഉൾപ്പെടെ പറഞ്ഞതാണ്. ഒരു വാർഡിൽ പോലും മത്സരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചത് നിരവധി പരാതികളാണ് ശിവഗിരി മഠത്തിൽ എത്തുന്നത്. എല്ലാ സമുദായത്തിൽ നിന്നും അർഹതപ്പെട്ടത് നൽകിയില്ലെങ്കിൽ എല്ലാ സമുദായത്തിന്റെ ആളുകളും അവരുടെ പ്രധാനപ്പെട്ട ആത്മീയ നേതാക്കളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ പോയാൽ അർഹതപ്പെട്ടത് നൽകിയില്ലെങ്കിൽ ഇനിയും പിന്തള്ളപ്പെടുമെന്ന് സംശയം വേണ്ട. കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുകയാണ്. അതായത് 2-3 പ്രധാനപ്പെട്ട നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയതുൾപ്പെടെ ഈ സമുദായത്തെ തഴയുന്നു എന്നതുൾപ്പെടെയുള്ള ഒരാശയത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കെ സുധാകരൻ ഉൾപ്പെട്ടൊരു സമുദായം അവിടെ തഴയപ്പെടുന്നു എന്നുള്ളതാണ് സ്വാമി സച്ചിദാനന്ദയുടെ വിമർശനം.